എന്തിനാ എന്നെ വിളിച്ചേ? അവനോട് പറഞ്ഞാ? എന്ത് പറയാനാണ്, ഏട്ടന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയത്. ചേച്ചിയല്ലേ എന്നെ ഉന്തിത്തള്ളി വിട്ടത്. ഇനി ഞാൻ ATM കാർഡ് കൂടെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാലോ? എന്താ ചെയ്യണല്ലോ? ചേച്ചി പോയി പറ. ഞാൻ പറയണ എന്തിനാ? ഒന്ന് പറ ചേച്ചി, എനിക്ക് പേടിയാവുന്നുണ്ട്. ക്ലീറ്റോനെ വിളിച്ചിട്ടാണെങ്കിൽ അതും കിട്ടണില്ല. എന്തോ തടിക്കച്ചവടത്തിന് നിൽക്കാന്ന് ആദ്യം പറഞ്ഞത്. മേഡന്റെ കാര്യം അതുകൊണ്ട് ക്ലീറ്റോ ചേട്ടൻ ഉറപ്പായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി അന്വേഷിക്കത്തില്ല. ചേച്ചി ഒന്ന് പറ ചേച്ചി. എവിടെ അവനെവിടെ? അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ ദേഷ്യത്തിന് ഒറ്റയ്ക്ക് പോയി ചായ ഇടുന്നുണ്ട്. വരുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്ന കട വേണ്ടേ? എന്താ കപ്പൽ മുങ്ങിയാ? രണ്ടുപേരും നിൽക്കണ എന്തിരി? അല്ല, അവൾക്കേ ഭയങ്കര ടെൻഷൻ. അവള് ഒറ്റയ്ക്ക് കടയിൽ പോയതിൽ നിനക്ക് ദേഷ്യമാണോ എന്ന് ഓർത്തിട്ട്. ദേഷ്യത്തിന് പിന്നെ പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലേ? ഞാൻ 2 ദിവസം കൂടിയല്ലേ വന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടായിരുന്നു. ഒരു ട്രിപ്പായിട്ട് അങ്ങ് പോയിട്ട് വരായിരുന്നു. സത്യം, സൂപ്പർ മാർക്കറ്റ് വരെ ട്രിപ്പായിട്ടൊക്കെ പോയി വരായിരുന്നു. അത് നീ ചെയ്തത് മോശം. അത്ര ഞാൻ പറഞ്ഞോളൂ. അതിലിപ്പോ കുഴപ്പമൊന്നും. എന്ത് എന്ത് എന്തടി പറ. ഒന്നുമില്ല. ഒന്നും ഇല്ലായില്ല. എന്നൊന്ന് പറ. പറയണമെന്നുണ്ട്, പക്ഷേ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടാൻ വേണ്ടി എന്തിരിക്കുന്നു പറ. ലില്ലി പോയില്ലേ സൂപ്പർ മാർക്കറ്റില്? അവിടെ വെച്ച് നിന്റെ ATM കാർഡില്ലേ? നിന്റെ നോട്ടം കണ്ടാത്തൊന്നും ലില്ലി ATM കാർഡ് എവിടെയോ കൊണ്ട് കളഞ്ഞു. എന്റെ പൊന്നെ, നോക്കാൻ പോവാണ് ചേച്ചി. ഞാൻ പോണ എങ്ങോട്ടെങ്കിലും. ചേച്ചി എനിക്ക് പേടിയാണ് ചേച്ചി. എന്നെ ഒറ്റക്കാക്കിട്ട് നീ അങ്ങോട്ട് പോയി ഞാൻ എന്ത് ചെയ്യും ഒറ്റയ്ക്ക്? ചേച്ചി എന്തെങ്കിലും പറഞ്ഞു തന്നു. ഞാൻ പോണു. ഒന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ഞാനില്ലേ ATM കാർഡിൽ പൈസ പോകുമോ? ATM കാർഡ് എന്താന്നൊക്കെടി നിങ്ങളെ കാണിച്ചു കൂട്ടുന്നത്? എന്ത് ATM കാർഡ്? അത് പിന്നെ ചേച്ചിയുടെ ഒക്കെ കുടുംബശ്രീയിലേ ഒരു ചേച്ചിയുടെ ATM കാർഡ് പോയി. അപ്പൊ അത് ATM കാർഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് അത് ഓർത്തത്. അത് ഞങ്ങൾ പോയി ATM കാർഡ് പോയാൽ ഉടൻ തന്നെ നമ്മൾ ബാങ്കിൽ വിളിച്ച് പറയണം. അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അതാണ് അങ്ങനെ എന്തെങ്കിലും അപ്പോഴങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക, അതാണ് വലിയ കാര്യം. കൊള്ളാം. ഞാനൊന്ന് ഇരിക്കട്ടെ. നീ അപ്പൊ കാർഡ് കൊണ്ടുവന്ന് അവന്റെ പേഴ്സിൽ തന്നെ വെച്ചിട്ടുണ്ടോ? എവിടുന്ന്? ഞാൻ വെച്ചിട്ടൊന്നുമില്ല. പിന്നല്ലാതെ അവന്റെ കാർഡ് നീ എടുത്തോണ്ട് പോയ കാർഡ് എനിക്കറിയില്ല. വെച്ചിട്ടുണ്ടോ? നിനക്ക് എന്തോ കാര്യമായ സത്യമാണ് ഞാൻ വെച്ചിട്ടില്ല. എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അയ്യോ എടി, നല്ല ഇങ്ങോട്ട് വന്നേ. ഡി എടി, നമ്മുടെ ATM കാർഡ് കിട്ടിയടി. ഞാനല്ലേ കൊണ്ടുവച്ച പിന്നെ കിട്ടാതിരിക്കും. ഞാനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഇവള് ചേച്ചിന്ന് പറഞ്ഞ അകത്ത് വെച്ചപ്പോൾ ഇവള് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ഇവള് ഇതാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ATM കാർഡ് എൻ്റെ ഉണ്ടായിരുന്നു. നിന്റെ ഡാഡി എവിടെ ചെന്ന് അന്വേഷിച്ച് കിട്ടി. അങ്ങനെ എൻ്റെ തന്നു. പിന്നെ നമ്മൾ ഈ ഒരു ബാഗ് വഴി ഒളിച്ചു കൊണ്ടുവച്ചു. ദൈവമേ, അപ്പൊ അത് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? എടുത്തില്ലടി. മാമി, ഈ അമ്മയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ അമ്മയെ അവിടെ സൂപ്പർ മാർക്കറ്റ് വെച്ചോണ്ട് വന്നേ. ഇപ്പൊ ഞാൻ തന്നെ സോൾവ് ചെയ്ത് തന്നേ. ഞാൻ എന്റെ കൊച്ചിനിട്ട് അടിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വന്നേ. കിട്ടിയില്ലായിരുന്നെങ്കിലോ? ചേട്ടൻ പോയി എടുത്തില്ല എന്തായാലും. പേടിച്ചു.